ഇന്നത്തെ റെസിപ്പി ഹോൾ വീറ്റ് കേക്കാണ്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സപ്ലൈകോയുടെ ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ കേക്ക് വാനില ഫ്ലേവറിലും ചെയ്യാം, പക്ഷേ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പിൽ കൂടി നല്ലവണ്ണം ഇടഞ്ഞെടുക്കണം, അല്ലെങ്കിൽ കൊക്കോ പൗഡറൊക്കെ കട്ട കെട്ടിയിരിക്കും. പിന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താനും ഇത് സഹായിക്കും. ഞാൻ ഈ ഗോതമ്പ് പൊടി നല്ലവണ്ണം ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ തൈരില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ്. തൈര് ചേർത്ത ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. അത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായി ചേർത്ത് കൊടുക്കാം. മാവ് കട്ട കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം. ഞാനിവിടെ ചെറിയ ചൂടുള്ള പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബാറ്റർ അധികം തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ബാറ്റർ ഒത്തിരി ലൂസ് ആകാതെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫൈനൽ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഏതാണ്ട് ഇതേപോലെ ആയിരിക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോപ്ഡ് വാൾനട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കുകയാണ്. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ബേക്കിംഗ് മോൾഡ് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്ക്യൂറോ പപ്പടം കുത്തിയോ ഉപയോഗിച്ച് ഇതേപോലെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇനി ഇതിന് മുകളിലേക്ക് അല്പം ചോപ്ഡ് വാൾനട്ടും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഓവൻ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്ന് ഓവനിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് ടൈം 175 ഡിഗ്രിയിൽ 35 മിനിറ്റ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹോൾ വീറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓവനിൽ നിന്നും പുറത്തെടുത്ത് ഒരു 10 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കാം. നമ്മുടെ ഹോൾ വീറ്റ് കേക്ക് ഇവിടെ ചൂടൊക്കെ മാറി സെറ്റായി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. ശരിക്കും ആട്ട കൊണ്ടുണ്ടാക്കിയ കേക്കാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണിത്.
കേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ മോയിസ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.